ഞാൻ കൊടുത്തയച്ച ആ ചൂർണം ത്രിവിക്രമൻ സേവിക്കാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. അവൻ അവന്റെ അച്ഛന്റെ വാക്കുകൾ കേൾക്കാതിരിക്കുകയുമില്ല. അവന്റെ അച്ഛൻ ഈ ത്രയംബകന്റെ വാക്കുകളെ ധിക്കരിക്കാൻ സാധ്യതയില്ല. ത്രയംബകന്റെ രൂപത്തിലുള്ള എന്നെ ആ ദിഗ്വിജയൻ നന്നായി വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഞാൻ കൊടുത്തയച്ച ചൂർണം അവൻ അവന്റെ മകന് എന്തായാലും നൽകിയിരിക്കും. അതൊക്കെ ശരി. പക്ഷെ അവനിൽ നിന്ന് യാതൊരു വിവരവും ലഭിക്കാത്തതുകൊണ്ട് എന്റെ മനസ്സിൽ എന്തോ ഒരു ആശങ്കയുണ്ട്. നോക്കൂ ഗരുഡ, നിന്റെ അനുഭവങ്ങളാണ് നിന്നെ ഇങ്ങനെ സംസാരിപ്പിക്കുന്നത്. എന്റെ അനുഭവം അത് വേറെ ചിലതാണ്. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി 18 വർഷം കാത്തിരുന്നവളാണ് ഞാൻ. ഇപ്പോൾ എനിക്കറിയാം, എന്റെ അനുഭവങ്ങളായിരുന്നു സത്യം. നീ നോക്കിക്കോ, ആ ദിഗ്വിജയൻ എത്രയും പെട്ടെന്ന് എന്നെ തിരിഞ്ഞിവിടെ വന്നിരിക്കും. അമ്മ വിശ്വസിക്കുന്നത് പോലെ ആട്ടെ മഹാമായി. ഹായ് ഡാഡ്. ഹായ്. ഡാഡി എന്താ ചെയ്യുന്നത്? വെറുതെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എന്താ മോനെ കാര്യം? അല്ല, അത് നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ചും സംസാരിക്കാനായിരുന്നു. രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് പേപ്പർ വർക്ക്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നോക്ക് ത്രിവിക്രം, അത് നിന്റെ പ്രോജക്റ്റാ. നീ ഒന്നും എന്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ. അതല്ല ഡാഡ്, എന്നാലും നിനക്ക് ആ പ്രോജക്റ്റിന്റെ കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉള്ളതല്ലേ. എനിക്ക് അതിന്റെ റിപ്പോർട്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഇനി അതല്ല, നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ആ സമയത്ത് എന്റെ അടുത്തേക്ക് വാ. ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം. ഓക്കെ ഡാഡ്, വേറെ കുഴപ്പമൊന്നുമില്ല. എവറിത്തിങ് ഈസ് ഗോയിങ് ഗുഡ്. അങ്ങനെ തന്നെ നടക്കട്ടെ. ഓക്കെ ഡാഡ്. ആ മോനെ, ഒരു മിനിറ്റ്. നീ ആ പാല് കുടിച്ചിരുന്നോ? ഞാൻ തൃശ്ശൂരിന്റെ കൈ കൊടുത്തു വിട്ടിരുന്നു. ഞാൻ കുടിച്ചായിരുന്നു. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്കത് കുടിച്ചു കഴിഞ്ഞപ്പോ? അത് നന്നായിട്ടുണ്ട് ഡാഡ്. എന്തോ ഒരു പ്രത്യേകത തോന്നി. പക്ഷെ ഓക്കെ, അത് കുടിച്ചു കഴിയുമ്പോ ഒരു നല്ല ഫീലുണ്ട്, നല്ല ഹാപ്പി മൂഡ്. അത് കുടിച്ചോണ്ടായിരിക്കുള്ളൂ അങ്ങനെ. ഓക്കെ, യു ക്യാരി ഓൺ. ഓക്കെ ഡാഡ്. തൃശൂൽ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയാമേ. അത് നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടിയുണ്ട്. വളരെ നല്ല കുട്ടിയാ. ഞാന് എന്റെ ചേട്ടനോട് പറഞ്ഞിരുന്നു, തൃശൂരിന് കല്യാണം കഴിക്കാറായി, ഒരു നല്ല പെൺകുട്ടിയെ നോക്കണമെന്നൊക്കെ. അവരൊരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 10th ഫെയിലാണ്. പക്ഷെ കുട്ടി നല്ല പെൺകുട്ടിയാ. വാടാ, നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് പോയി കണ്ടു നോക്കാം. അതെ അതെ, ആ നാട്ടിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോഴേ തന്നെ എനിക്കെല്ലാം കൊണ്ടും മതിയായി. ഇനി എന്റെ മോനും അവിടുന്ന് തന്നെ പെണ്ണ് കെട്ടാൻ തീരുമാനിച്ച എന്റെ കാര്യം കട്ടപ്പോകാം. അവൻ അവളോടും തല്ലുകൂടിക്കൊണ്ടിരിക്കാൻ പറ്റും, എനിക്ക് നിന്നോടും തല്ലുകൂടിക്കൊണ്ടിരിക്കാം. കുടുംബത്തെ എപ്പോഴും ഒരു ഒച്ച ഒളിയൊക്കെണ്ടാവും. പോകെ പോകെ നാട്ടുകാരൊക്കെ ഇവിടുന്ന് സ്ഥലം വിട്ട് പോവുകയും ചെയ്യും. എന്താ ഇത്? എന്താ ഇവിടെ കിടന്ന് പെറുപിറുക്കുന്നത്? അയ്യയ്യോ, ഒന്നുമില്ല എന്റെ പൊന്നെ. നിന്റെ നാട്ടിലെ പെണ്ണെന്ന് പറഞ്ഞ സംഭവല്ലേ. അതിനിപ്പോ നിന്റെ ചേട്ടൻ കണ്ടുപിടിച്ചാണെങ്കിലോ അത് സംഭവം ബഹുലമായിരിക്കും. കറക്റ്റായിട്ട് പറഞ്ഞു വെച്ചാ, കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു. കറക്റ്റോ? എന്താ ഇപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞത്? കളിച്ചോ, ചിരിച്ചു കളിച്ച് നടന്നോ നിങ്ങള്? നിന്റെ അച്ഛനോ നിന്റെ വിവാഹത്തെ പറ്റി ഒരു വിചാരവും ഇല്ല. ഞാനാണെങ്കിലോ കഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ നോക്കിയപ്പോ രണ്ടുപേരും അത് തമാശ കളിയാക്കി മാറ്റിയേക്കുവാ. നിങ്ങളും നിങ്ങളുടെ മകനും ഒരു പെൺകുട്ടിയെ നോക്കുന്ന കാര്യത്തിൽ ഒരു ശുഷ്കാന്തിയും കാണിക്കുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചപ്പോ അതിന് എന്നെ കളിയാക്കുന്നോ? എടേടി, നീ കഷ്ടപ്പെട്ടു എന്നുള്ള നേരാ അല്ലെന്നാരെങ്കിലും പറഞ്ഞു എന്നുവെച്ച് എന്റെ പൊന്നുമോനൂടെ പെണ്ണ് കെട്ടാതെ പോര നിറഞ്ഞ് നിൽക്കുമെന്നല്ല. പിന്നെ വല്ലോരും തുള്ളുന്ന കണ്ടിട്ട് നീ എന്റെ അടുത്ത് തുള്ളാൻ നിൽക്കണ്ട. ആവശ്യമില്ലാതെ ഓരോരോ വിവരക്കേട്. അതെ, ഞാൻ വിവരമില്ലാത്തവളാ. ഇനി എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ നിങ്ങൾ പറഞ്ഞോ. നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഞാൻ എന്റെ മകന്റെ കല്യാണം നടത്താം. അപ്പോഴും നിങ്ങൾ ഇതൊക്കെ പറയണം. അമ്മേ, ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതല്ലേ,
അമ്മയ്ക്ക് നല്ലൊരു മരുമകളെ തന്നെ കിട്ടും, അതിൽ യാതൊരു സംശയം വേണ്ടെന്നുള്ള കാര്യം. അതിനെന്തായാലും നല്ലൊരു വഴി കിട്ടുമെന്നേ. അമ്മയ്ക്ക് യാതൊരു സംശയം വേണ്ട. അച്ഛാ, അച്ഛന് സമാധാനായിട്ടിരിക്കുന്നേ. എനിക്കൊരു സമാധാനക്കേടില്ലടാ. നിന്റെ അമ്മ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. നിന്റെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ എന്നാ ഇവിടെ നന്നാവ്. വെറുതെ ഓരോന്ന് പറഞ്ഞ് ചൊറിയാൻ വന്നു. ഇനി നിങ്ങൾ തമ്മിലായിക്കോ. തൃശൂൽ, ശിവാനി വന്നിരുന്നു. ആണോ? മുതലാളിയുടെ വീട്ടിലേക്കാ വന്നത്. ശിവാനി എന്നെ കാണാൻ വേണ്ടി വന്നതായിരിക്കും. ഞാൻ കൊടുത്ത സമ്മാനം കണ്ട് അവളുടെ മനസ്സും പ്രാവിനെ പോലെ ആയിട്ടുണ്ട്. പാവം, എന്നെ പ്രേമിക്കുന്നില്ലെന്ന് കള്ളം പറഞ്ഞു നടന്നിട്ടും ഇപ്പൊ ഞാൻ കൊടുത്ത പ്രാവിനെ കണ്ട് അവളുടെ മനസ്സാകെ മാറിയിട്ടുണ്ടാവും. പക്ഷേ അവള് വന്ന ടൈമിൽ ഞാൻ ഉണ്ടായില്ലല്ലോ. മോശമായിപ്പോയി. ഹായ് മാഡം, നിങ്ങൾ വന്നപ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. സോറി, കാണാൻ പറ്റിയില്ല. അല്ല, എന്താ ഇത്, ഇവർ റിപ്ലൈ തരുന്നില്ലല്ലോ. ഹലോ മാഡം, ഇതും കൂടി ഇരുന്നോട്ടെ. അയ്യോടാ, റിപ്ലൈ ഒന്നുമില്ലല്ലോ. എന്താ അത്, മറുപടി ഒന്നും തരാത്തെ? ഒന്ന് വിളിച്ചു നോക്കിയാലോ. ഹലോ, നിങ്ങളാൾ അടിപൊളിയാണല്ലോ. മെസ്സേജ് അയച്ച റിപ്ലൈ ഇല്ല, പക്ഷെ വിളിച്ചു നോക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ എടുക്കുകയും ചെയ്യും. അതെന്താ അങ്ങനെ? തൃശൂർ, ഞാനിപ്പോ കുറച്ച് ബിസി ആയിട്ടിരിക്കാം. പോട്ടെ, പ്രശ്നമില്ല. നിങ്ങൾ എപ്പോഴും നല്ല ബിസിയാണെന്ന് എനിക്കറിയാലോ. എങ്ങനെ അറിയാം? നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ ഗസ്റ്റ് ഒക്കെ വന്ന സ്ഥിതിക്ക് എന്തായാലും ബിസി ആയിരിക്കേണ്ടതാണല്ലോ, ശരിയല്ലേ? ഏത് ഗസ്റ്റ്? നീ എന്തേ പറയുന്നേ? അതെ മാഡം, ഒരു സുന്ദരി കുട്ടി, നല്ല വെളുത്ത നിറത്തില്, അതിങ്ങനെ പറന്ന് നടക്കും. അതെ അതെ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് തന്നതാ. അതിനെന്താ ഇപ്പോ? അയ്യോ, ഇതെന്താണ്? ഞാനാ കൊടുത്തെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഹലോ. ഹലോ, അതെ അതെ, പിന്നെ അത് ഇഷ്ടായല്ലോ അല്ലേ? രാവിനെ പിന്നെ ആർക്കാ ഇഷ്ടാവാത്തത്? അതും എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് തന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടായി. ശരി മാഡം, നിങ്ങൾ അതിന്റെ കൂടെ സമയം ചെലവഴിക്കും. ഓക്കെ അല്ലേ? ബൈ ബൈ. അല്ല ശിവാനി, ഈ പ്രാവ് ഇവിടെ ഉള്ള കാര്യം തൃശ്ശൂർ എങ്ങനെ അറിഞ്ഞു? ത്രിവിക്രം കൊണ്ടുവരുന്നത് അവൻ കണ്ടിട്ടുണ്ടാവും. അത് പ്രത്യേകിച്ച് പറയാനില്ലല്ലോ നീലി. ത്രിവിക്രം ഇപ്പൊ പറഞ്ഞ കൺഫ്യൂഷൻ എന്നൊരു വാക്കില്ലേ, ഈ പ്രപഞ്ചത്തെയൊക്കെ പാപത്തിൽ നിന്നും കരകയറ്റാനുള്ള ശക്തിയുള്ളത് ആ ദൈവം ഒരാൾക്ക് മാത്രം. ദൈവം തന്റെ ഫ്രണ്ടാണെന്ന് വിചാരിച്ചോ, അത് തനിക്ക് നല്ലതേ ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പൊ നിനക്ക് തന്നെ മനസ്സിലാകും, നോക്കിക്കും.
മോനെ എന്താ എന്താണ് കാര്യമെന്ന് ഞാൻ നിന്നോടല്ലേ ചോദിക്കേണ്ടത്? അല്ല മോനെ, അവിടെ എന്താ പ്രത്യേകിച്ചുള്ളത്? അല്ല, ഒരു പ്രായപൂർത്തിയായ ചെറുപ്പക്കാരൻ അർദ്ധരാത്രിയില് ഉറക്കവും ഇല്ലാതെ വാതിലും തുറന്നിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെന്താ അർത്ഥം? അതൊന്നും ഇല്ല ഒന്നുമില്ല. എന്റെ മോനെ, ഈയിടെയായിട്ട് നീ വല്ലാതെ അങ്ങ് മാറിപ്പോയിട്ടുണ്ട്. നന്നായിട്ട് ഉറങ്ങുന്നില്ല, ഭക്ഷണ കാര്യത്തിലാണെങ്കിലോ പക്ഷെ കാര്യം എന്താണെന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. എന്താ എന്നോട് പറ. ഹേയ്, അങ്ങനെയൊന്നും ഇല്ലെങ്കിലേ അങ്ങളിലും ചുമ്മാ ഓരോന്ന് തോന്നുന്നതാ. ശരി, വിട്ടേക്ക്. നിന്റെ ഈ മാനസികാവസ്ഥ മാറാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നീ ഒരു പെണ്ണ് കെട്ടണം. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നില്ലേ ആ പെൺകുട്ടി ശിവാനി? അവള് നിനക്ക് കറക്റ്റ് ജോഡിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമല്ല, ആ കൊച്ചു നല്ലതാണെന്ന് തന്നെയാണ് ഇവിടെ ചേച്ചിയും പറയുന്നത്. പുറം നാട്ടില് വളർന്ന കൊച്ച് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല മോനെ, പെരുമാറ്റമൊക്കെ നല്ലത് തന്നെയാ. നല്ല കാര്യഗൗരവമുള്ള കൊച്ചാ, നല്ല സ്വഭാവമാണെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്കെന്തോ ആ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും തോന്നുന്നു. എന്താ നിന്റെ അഭിപ്രായം? ശരി, വിട്. നിന്റെ കല്യാണക്കാര്യമൊക്കെ ഞങ്ങൾ മുതിർന്നവർ തീരുമാനിച്ചോളാം. അതിന് നീ വെറുതെ ടെൻഷൻ ആവണ്ട. അപ്പോ ഇവിടെ വീട്ടിലുള്ളവർക്കും ശിവാനിയെ ഇഷ്ടമാണല്ലേ? എന്താ അത്? ഏത് സ്ഥലമായിരുന്നത്? ഈയിടെയായിട്ട് എന്താ ഇങ്ങനെയുള്ള സ്വപ്നം മാത്രം കാണുന്നേ? ആ സ്ഥലം എന്റെ ജീവിതത്തിൽ ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. എന്താ ഇതിന്റെ അർത്ഥം? ഓ, ആരാ ഈ വെളുപ്പം കാലത്ത് പൂജ ചെയ്യുന്നത്?
വിശ്വാസം ഇല്ലാതിരുന്ന നീ കാലത്ത് എഴുന്നേറ്റ് പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങി, അതും ഈ വെളുപ്പം കാലത്ത്. ഓഹോ, ഞാൻ കൊച്ചുമുതലാളി, ഞാനിത് എന്തൊക്കെ കാണുന്നത്? ബോസ് എന്ന് പോലെ പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങിയ എനിക്കിത് കണ്ടിട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല. നിനക്ക് മാത്രമല്ലടാ, ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ ഇതൊക്കെ? ഇതിൽ എന്ത് മാറ്റം ഇത്? നല്ല കാര്യങ്ങൾ കാണുമ്പോ ചിലപ്പോ മിണ്ടാതെ നോക്കി നിൽക്കേണ്ടി വരും. ഇതൊരു കോഫി എടുത്തു. കൊച്ചുമുതലാളി, ദാ. താങ്ക്സ് ബ്രോ. എന്താടാ? എന്റെ കൊച്ചുമുതലാളി, എന്ത് പറ്റിയെന്ന് രാവിലെ തന്നെ പൂജയൊക്കെ ചെയ്ത് കാര്യം എന്താ? പൂജ ചെയ്യാൻ തോന്നിയോണ്ട് പൂജ ചെയ്തു. ഇങ്ങനെ ബോസ് ഒരിക്കലും പൂജ ചെയ്ത് കണ്ടിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ല. ശരിയല്ലേ? ഇന്ന് ബോസ് പൂജ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ സ്പെഷ്യൽ ആയിട്ട് അതിലുണ്ടെന്നല്ലേ അർത്ഥം, അല്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? അല്ല, എന്താണിത് ബോസ്? ഞാൻ ബോസിനെ കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ബോസിനും അറിയാലോ. ബോസ് ഉണ്ടല്ലോ, ചില കാര്യങ്ങള് എത്ര തവണ പറഞ്ഞാലും അത് കേൾക്കാനേ പോകുന്നില്ല. ചിലപ്പോ അവർ സംസാരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയാ പിന്നെ അതിന് യാതൊരു വിലയും കൊടുക്കാറില്ല. പറഞ്ഞ ശരിയല്ലേ? വീട്ടില് ദൈവകാര്യത്തെ പറ്റി പറഞ്ഞ് എത്ര തവണ വഴക്കുണ്ടായിട്ടുണ്ട്. ബോസ് അമ്പലത്തിൽ പോവില്ല, ദൈവഭക്തി ഇല്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇന്ന് ബോസ് നേരത്തെ എണീറ്റ് പൂജയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തമാശകളി എങ്ങാനാണോ? ഞാനൊരു കാര്യം പറയാം. ഒരു മനുഷ്യനുണ്ടല്ലോ, എപ്പോഴാ നന്നാവാന്നറിയോ? ഒന്ന്, നമുക്ക് ആരെങ്കിലും ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ആളുകൾക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ നന്നാവും. സത്യം പറയാലോ ബോസ്, ഒന്നും വിചാരിക്കരുത്. ബോസ് ഉണ്ടല്ലോ, വീട്ടുകാർക്ക് വേണ്ടി നന്നായതല്ല, ഇതിന്റെ പിന്നിൽ വേറെ എന്തോ ഉണ്ടല്ലോ. അതെന്താ? തൃശ്ശൂല, എന്നെ നിനക്ക് ശരിക്കും അറിയാവുന്നല്ലേ? പിന്നെ നീ ഇപ്പൊ എന്നോട് പറഞ്ഞത് ചിലപ്പോ ശരിയായിരിക്കാം, ചിലപ്പോ തിരിച്ചു ആവാം, അല്ലേ? ഇതിനെപ്പറ്റി ഞാനിപ്പോ കൂടുതലൊന്നും പറയുന്നില്ല. അതെന്താന്ന് വെച്ചാ എന്താ പറയണ്ടെന്ന് എനിക്കിപ്പോ അറിയില്ല. എന്റെ മനസ്സിലെ കാര്യത്തിന് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ആ കാര്യത്തില് ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞ എല്ലാ കാര്യം ഞാൻ നിന്നോട് തുറന്നു പറയാം. ഓക്കെ? കൊച്ചുമുതലാളി, ബോസ് എന്നോട് എന്തോ മറച്ചു വെക്കുന്നുണ്ട്, അതെനിക്കറിയാം. പോട്ടെ, സാരമില്ല. പിന്നെന്തായാലും ബോസ് നന്നായിട്ട് പൂജ ചെയ്തല്ലോ, എനിക്ക് അതിൽ സന്തോഷമുണ്ട്. ശരി ശരി, ഞാൻ ഒന്ന് റെഡിയാന്ന് നോക്കട്ടെ. കൊച്ചുമുതലാളി, റെഡി ആയിട്ടുണ്ടല്ലോ, ഇനി എന്തിനാ റെഡി ആവുന്നേ? ചുമ്മാ ഓരോന്ന് പറയുന്നത് പോയോ നീ? കൺകൾ ഈരണ്ടാൽ കൺകൾ ഈരണ്ടാൽ കട്ടിയെടുത്താൽ പോതാതെ. കൊച്ചുമുതലാളി, കണ്ടുപിടിച്ചോളാം. അവൾ ആരാണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചോളാം, നോക്കിക്കോ. ഗുരുക്കളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നന്ദീശ. നമ്മുടെ ഗുരുക്കൾ വിചാരിച്ച എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമെന്നതിന് നമ്മുടെ ത്രിവിക്രമന്റെ മാറ്റം തന്നെ മതിയല്ലോ. അതെ മുതലാളി, എന്തൊരു മാറ്റം ഇതൊക്കെ. മുമ്പത്തെ പോലെ ദേഷ്യമില്ല, ജോലിക്കാര്യത്തിലാണെങ്കിൽ നല്ല ശ്രദ്ധയും, അത് മാത്രമല്ല നല്ല ഈശ്വരവിശ്വാസവും. ഇന്ന് രാവിലെ അവൻ പൂജയൊക്കെ ചെയ്തു. അത് കണ്ടിട്ട് എന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. എന്നാലും ആരും കാണണ്ടെന്ന് വിചാരിച്ച് ഞാനങ്ങ് മാറി നിന്നു. എന്റെ മകന് ഇത്രയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിശ്വസിച്ചില്ല.
ജീവിതത്തിലെ എന്ത് കാര്യങ്ങൾ നടക്കാനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയാറില്ലേ നന്ദീശ? ഗുരു തന്ന ഒരു ചെറിയ ചൂർണം കൊണ്ട് എന്റെ മോന്റെ ജീവിതം തന്നെ മാറിയില്ലേ? എന്തായാലും ഇതൊക്കെ നല്ല തുടക്കം മുതലാളി. ഗുരുക്കൾ 18 ദിവസത്തെ അവധിയാ പറഞ്ഞത്. അതിലിപ്പോ 8 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള 10 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണെങ്കിലും വേണ്ടില്ല ത്രിവിക്രമന്റെ കല്യാണം നടത്തണം. എന്താണെന്ന് എനിക്കറിയില്ല, ഒരു പെൺകുട്ടി അങ്ങോട്ട് സ്യൂട്ട് ആവുന്നില്ല. എന്തായാലും വേണ്ടില്ല, ഒരു ബെസ്റ്റ് ഫാമിലിയിൽ നിന്ന് ഒരു ബെസ്റ്റ് പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവന്റെ കല്യാണം നടത്തണം. എല്ലാം ഭംഗിയാവും മുതലാളി. മുതലാളിയെ സംബന്ധിച്ച് ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ? പിന്നെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്താ? കൊച്ചു മുതലാളിയുടെ മാറ്റം ഈ ചൂർണം കഴിച്ചത് കൊണ്ടാണോ അതോ ഇനി വേറെന്തെങ്കിലും കാരണം കൊണ്ടാണോ? അതോ അല്ല, വേറെ ആരുടെങ്കിലും പ്രേരണ കൊണ്ടാണോ ഈ മാറ്റം ഉണ്ടായതെന്ന് എനിക്കൊരു ചെറിയ സംശയം. എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല മുതലാളി, കൊച്ചു മുതലാളിയുടെ മനസ്സിൽ ഒരു പെൺകുട്ടി കയറി കൂടിയിട്ടുണ്ടെന്ന് എന്റെ മനസ്സിൽ വെറുതെ ഒരു തോന്നൽ. നീ എന്തായി പറയുന്നത് അന്തീശ? നിനക്കെന്താ അങ്ങനെയൊക്കെ തോന്നാൻ? വേറൊന്നുമല്ല, ഇന്നലെ കൂടി ആ പെൺകുട്ടി മുതലാളിയുടെ വീട്ടിൽ വന്നിരുന്നു. കൊച്ചു മുതലാളിയും ആ പെൺകുട്ടിയെ ഒന്നിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് പെൺകുട്ടി? ആ അതില്ലേ മുതലാളി, നമ്മുടെ എസ്റ്റേറ്റ് വാങ്ങിയില്ലേ, ശിവാനി.